ഹലോ, നമസ്കാരം. ഞാൻ RJ സൂരജ് ദോഹയിൽ നിന്നാണ്. 2016 അവസാന മാസത്തിലെ അവസാന ദിവസങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം. കൂടെ നമ്മളും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബർ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ലോകത്തില് ഏറ്റവും അധികം തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന ഒരു മാസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിസംബർ ആയിരിക്കും. അടുത്ത വർഷം മുതൽ ഞാൻ അങ്ങനെ ആക്കും, അടുത്ത വർഷം മുതൽ ഞാൻ ഇങ്ങനെ ആക്കും, അടുത്ത വർഷം മുതൽ ഞാൻ നന്നാകും, കള്ളൂടി നിർത്തും, വീഡിയോ നിർത്തും, സിഗരറ്റ് നിർത്തും, സമ്പാദ്യശീലം വളർത്തും, ആരോഗ്യം നന്നാക്കും, കുടുംബം നന്നായിട്ട് നോക്കും. അങ്ങനെ ഒരുപാട് തീരുമാനങ്ങളുണ്ട്. അന്തരീക്ഷം പ്രക്ഷുബ്ധമാകുന്ന മുഖരിതമാകുന്ന ഒരു മാസമായിരിക്കും ഓരോ ഡിസംബർ മാസവും. ഇനി ഈ ഡിസംബർ കഴിഞ്ഞിട്ട് വരുന്ന ജനുവരിക്കും ഉണ്ട് ഒരു വലിയ പ്രത്യേകത. അതായത് എടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വരുന്ന ഒരു മാസം എന്നൊന്നുണ്ടെങ്കിൽ അത് ജനുവരി ആയിരിക്കും. കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി ഒരാഴ്ച നടന്നു പോയെങ്കിലും പിന്നെ എല്ലാം തടയുമെന്നായിരിക്കും. ചങ്കര പിന്നെയും തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ അടുത്ത വർഷം മുതൽ കാര്യങ്ങളൊക്കെ ഒന്നുപോലെ തുടങ്ങാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ആൾക്കാര് സുലാം പറയും. അതാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. പക്ഷേ നമ്മള് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം ഇത്തവണയില്ല. നമ്മൾ വലിയൊരു മാറ്റത്തിന് കേളികൊട്ട് നടത്തിയിട്ട് കാത്തിരിക്കുകയാണ്. 2017 എന്ന് പറയുന്നത് നമ്മൾ 130 കോടി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ മുന്നിൽ കിടന്ന് തുള്ളിക്കളിക്കുന്ന ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്ന ഒരു വർഷമായിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ശ്രീമാൻ മോഡിജി പറഞ്ഞതുപോലെ തന്നെ കള്ളപ്പണക്കാരില്ലാത്ത ഇന്ത്യ, കള്ളനോട്ടില്ലാത്ത ഇന്ത്യ, കള്ളപ്പണമില്ലാത്ത ഇന്ത്യ, ആൾക്കാര് ക്യാഷ്ലെസ് ആയിട്ട് കാലം നീട്ടിയിരുന്നിട്ട് കാറ്റുകൊള്ളാൻ പോകുന്ന ഇന്ത്യ, 3600 കോടിയുടെ പ്രതിമ രാജ്യത്ത് സമ്പൽ സമൃദ്ധി കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഇന്ത്യ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ഇടയിലേക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് എന്നുള്ള സത്യം മറന്നുപോകരുത്. എന്തായാലും ജനുവരി 1-ാം തീയതി മുതൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിലൊരു കുട കരുതുന്നത് വളരെ നന്നായിരിക്കും. കാരണം നോട്ട് മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. 2000-ന്റെയും 500-ന്റെയൊക്കെ നോട്ടുകൾ മഴയായിട്ട് പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോ ഈ ചില നോട്ടുകളൊക്കെ കെട്ടുവിടാതെ കെട്ടോടെ താഴേക്ക് വന്നിട്ട് തലയിൽ വീണിട്ട് പരിക്ക് പറ്റാതിരിക്കണമെങ്കിൽ കുറച്ച് ശക്തിയുള്ള ബലമുള്ള കുട ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇനി ഈ കുട തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്കും ആവോളം ആവശ്യത്തിനുള്ള 2000-ന്റെയും 500-ന്റെയൊക്കെ നോട്ടുകൾ ശേഖരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. കാരണം ഇത്രയും കാലം രാജ്യത്തുള്ള വലിയ പുള്ളികൾക്ക് ശേഖരിക്കാനുള്ള സമയമായിരുന്നു. അവര് ഒരുപാട് നോട്ടൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് അത് അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിക്കുന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ സാധാരണക്കാർക്കുള്ള അവസരം വരുന്നത്. അപ്പോൾ ആ അവസരം ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കുക, പരമാവധി നോട്ടുകൾ സംഭരിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പൊ അത്രേ പറയാനുള്ളൂ. ഇനി അടുത്ത ആഴ്ച മുതൽ ശ്രീമാൻ മോഡിജി മിക്കവാറും അംബാനിയുടെ വിമാനം പിടിച്ചിട്ട് ഇന്ത്യന്റെ ഇങ്ങേയറ്റത്തിന് അങ്ങേയറ്റത്തേക്ക് പറന്നു നടന്നിട്ടായിരിക്കും ഈ നോട്ട് വിതരണമൊക്കെ നടത്താൻ പോകുന്നത്. അപ്പോഴും എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ഈ പണ്ട് സോഷ്യൽ സയൻസിൽ ഇന്ത്യന്റെ മാപ്പ് പഠിച്ചപ്പോ കണ്ട ഒരു സംഭവമാണ്. ഇന്ത്യയുടെ കിഴക്കേ മൂലക്ക് ചെറിയ കുറെ കാപ്പരി പോലത്തെ സംസ്ഥാനങ്ങളുണ്ട്. ഈ മേഘാലയ, മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ് ഒക്കെ പോലുള്ള ഉണക്കമന്ത്രി പോലുള്ള ചെറിയ കുറെ സംസ്ഥാനങ്ങളില്ലേ. ആ സംസ്ഥാനത്തേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ആ സിക്കിമിന്റെ ഇടയിലുള്ള ചെറിയൊരു ഗ്യാപ്പാണ്. അപ്പൊ അവിടെ നിന്ന് എത്തുമ്പോ ഈ വിമാനം 1 ഇഞ്ച് കടുകുമണിയോട് അങ്ങോട്ടോ കടുകുമണിയോട് ഇങ്ങോട്ടോ ചെരിഞ്ഞു കഴിഞ്ഞാല് കുറെ നോട്ട് ബംഗ്ലാദേശിലും പോകും, കുറെ നോട്ട് മറ്റേ നേപ്പാളിലേക്കും പോകും. അതൊരു വലിയൊരു നഷ്ടമായിരിക്കില്ലേ എന്നുള്ള ഒരു ആദ്യം കൂടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കുകയാണ്. എന്തൊക്കെയായാലും തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും ഈ വരാനിരിക്കുന്ന വർഷം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടവരുത്തട്ടെ. ഒരുപാട് പ്രതീക്ഷകളൊക്കെ നിറവേറാനുള്ള അവസരം ഉണ്ടാവട്ടെ. മോഡിജിയെ ദൈവം രക്ഷിക്കട്ടെ, മോഡിജി ഇന്ത്യയെ രക്ഷിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ മുൻകൂട്ടി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.